ബി ഏബിൾ ടു. ചില സമയത്ത് നമ്മൾ ക്യാൻ അല്ലെങ്കിൽ കുഡിന് പകരമായിട്ട് ബി ഏബിൾ ടു യൂസ് ചെയ്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ബി അതിൻ്റെ ഫോമുകളായ ആം, ഈസ്, ആറ്, വാസ്, വേറ്, ഹൗ ബീൻ, ഹാസ് ബീൻ, ഹാഡ് ബീൻ. അതേപോലെ തന്നെ ചില സമയത്ത് മോഡൽ വെർബുകളായ ഷുഡ് ബി, വുഡ് ബി, മസ്റ്റ് ബി, മൈറ്റ് ബി എന്നീ ഫോമുകളിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. അത് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. നമുക്ക് കുറേ സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. അതേപോലെ തന്നെ ബി ഏബിൾ ടുവിൻ്റെ ആശയം എബിലിറ്റി, സ്കിൽ, പെർമിഷൻ, ഓപ്പർച്യൂണിറ്റി എന്നാണ്. നമുക്ക് എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് പോകാം. ഒന്നാമത്തേത്, ഐ ആം ഏബിൾ ടു ഗോ. എനിക്ക് പോകുവാനായിട്ട് കഴിയും. ഐ ആം ഏബിൾ ടു ഗോ. അതായത് നമ്മൾ ഐ ക്യാൻ ഗോ എന്ന് നമ്മൾ പറയാറില്ലേ, സെയിം ആശയം തന്നെയാണ്. ഐ ആം ഏബിൾ ടു ഗോ. എനിക്ക് പോകുവാനായിട്ട് കഴിയും. നെക്സ്റ്റ്, ഹീ ഈസ് ഏബിൾ ടു ഗോ. അദ്ദേഹത്തിന് പോകുവാനായിട്ട് കഴിയും. ഹീ ഈസ് ഏബിൾ ടു ഗോ. യു ആർ ഏബിൾ ടു ഗോ. നിനക്ക് പോകുവാനായിട്ട് കഴിയും. യു ആർ ഏബിൾ ടു ഗോ. നെക്സ്റ്റ്, ഐ ആം നോട്ട് ഏബിൾ ടു ഗോ. എനിക്ക് പോകുവാനായിട്ട് കഴിയില്ല. നെഗറ്റീവാണ്. ഐ ആം നോട്ട് ഏബിൾ ടു ഗോ. ഹീ ഈസ് നോട്ട് ഏബിൾ ടു ഗോ. അദ്ദേഹത്തിന് പോകുവാനായിട്ട് കഴിയില്ല. ഹീ ഈസ് നോട്ട് ഏബിൾ ടു ഗോ. യു ആർ നോട്ട് ഏബിൾ ടു ഗോ. നിങ്ങൾക്ക് പോകുവാനായിട്ട് കഴിയില്ല. യു ആർ നോട്ട് ഏബിൾ ടു ഗോ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാവുന്നതാണ്, നോട്ട് ഏബിളിന് പോലെ നമുക്ക് ഇങ്ങനെയും പറയാവുന്നതാണ്, ഐ ആം അണേബിൾ ടു ഗോ. എനിക്ക് പോകുവാനായിട്ട് കഴിയില്ല. അണേബിൾ എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഐ ആം അണേബിൾ ടു ഗോ. എനിക്ക് പോകുവാനായിട്ട് കഴിയില്ല. ഹീ ഈസ് അണേബിൾ ടു ഗോ. അദ്ദേഹത്തിന് പോകുവാനായിട്ട് കഴിയില്ല. ഷീ ഈസ് അണേബിൾ ടു ഗോ. അവർക്ക് പോകുവാനായിട്ട് കഴിയില്ല. യു ആർ അണേബിൾ ടു ഗോ. നിങ്ങൾക്ക് പോകുവാനായിട്ട് കഴിയില്ല. നെക്സ്റ്റ്, ആർ യു ഏബിൾ ടു ഡ്രൈവ്. നിനക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റുമോ? ആർ യു ഏബിൾ ടു ഡ്രൈവ്? യെസ് ഐ ആം. അത് എനിക്ക് ഡ്രൈവ് ചെയ്യുവാനായിട്ട് പറ്റും. അല്ലെ ഇങ്ങനെയും പറയാവുന്നതാണ്, യെസ് ഐ ആം ഏബിൾ ടു ഡ്രൈവ്. എനിക്ക് ഡ്രൈവ് ചെയ്യുവാനായിട്ട് പറ്റും. നെക്സ്റ്റ്, നോ ഐ ആം നോട്ട്. ഇല്ല, എനിക്ക് ഡ്രൈവ് ചെയ്യുവാനായിട്ട് കഴിയില്ല. നെഗറ്റീവാണ്. നോ ഐ ആം നോട്ട്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാവുന്നതാണ്, നോ ഐ ആം നോട്ട് ഏബിൾ ടു ഡ്രൈവ്. എനിക്ക് ഡ്രൈവ് ചെയ്യുവാനായിട്ട് പറ്റില്ല. മീൻസ് അതിനുള്ള സ്കില്ലില്ല. നോ ഐ ആം നോട്ട് ഏബിൾ ടു ഡ്രൈവ്. അല്ലെങ്കിൽ നോട്ട് ഏബിളിന് പകരം അണേബിൾ ചേർത്ത് നമുക്ക് പറയാവുന്നതാണ്, നോ ഐ ആം അണേബിൾ ടു ഡ്രൈവ്. എനിക്ക് ഡ്രൈവ് ചെയ്യുവാനായിട്ട് പറ്റില്ല, കഴിയില്ല, അതിനുള്ള സ്കില്ലില്ല. നോ ഐ ആം അണേബിൾ ടു ഡ്രൈവ്. നെക്സ്റ്റ്, ഐ ആം ഏബിൾ ടു റൈഡ് എ ബൈസൈക്കിൾ. എനിക്ക് സൈക്കിള് ഓടിക്കുവാനായിട്ട് പറ്റും, അതിനുള്ള സ്കില്ലുണ്ട്. ഐ ആം ഏബിൾ ടു റൈഡ് എ ബൈസൈക്കിൾ. നെക്സ്റ്റ്, ഹാരി ഈസ് ഏബിൾ ടു പ്ലേ മൾട്ടിപ്പിൾ സ്പോർട്സ്. ഹാരിക്ക് പലതരത്തിലുള്ള സ്പോർട്സുകൾ കളിക്കുവാൻ അറിയാം. ഹാരി ഈസ് ഏബിൾ ടു പ്ലേ മൾട്ടിപ്പിൾ സ്പോർട്സ്. നെക്സ്റ്റ്, ഹീ ഈസ് ഏബിൾ ടു ജംപ് ഹൈ ഇനഫ്. അവന് ഉയരത്തിൽ ജമ്പ് ചെയ്യുവാനായിട്ട് കഴിയും. ഹീ ഈസ് ഏബിൾ ടു ജംപ് ഹൈ ഇനഫ്. ഈസ് ഹീ ഏബിൾ ടു ജംപ് ഹൈ ഇനഫ്. അവന് ഉയരത്തിൽ ജമ്പ് ചെയ്യുവാനായിട്ട് കഴിയുമോ? ഈസ് ഹീ ഏബിൾ ടു ജംപ് ഹൈ ഇനഫ്. നെക്സ്റ്റ്, ദേ ആർ ഏബിൾ ടു മേക്ക് ഇറ്റ് ടു ദ മീറ്റിംഗ്. അവർക്ക് മീറ്റിങ്ങിന് എത്തുവാനായിട്ട് കഴിയും. അതിനുള്ള സമയമുണ്ട്, അവസരമുണ്ട്. ദേ ആർ ഏബിൾ ടു മേക്ക് ഇറ്റ് ടു ദ മീറ്റിംഗ്. നെക്സ്റ്റ്, ആർ ദേ ഏബിൾ ടു മേക്ക് ഇറ്റ് ടു ദ മീറ്റിംഗ്. അവർക്ക് മീറ്റിങ്ങിന് എത്തുവാനായിട്ട് കഴിയുമോ? ആർ ദേ ഏബിൾ ടു മേക്ക് ഇറ്റ് ടു ദ മീറ്റിംഗ്. നെക്സ്റ്റ്, ഐ ആം നോട്ട് ഏബിൾ ടു മൂവ് മൈ ലെഗ്. എനിക്ക് എൻ്റെ കാല് അനക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഐ ആം നോട്ട് ഏബിൾ ടു മൂവ് മൈ ലെഗ്. നെക്സ്റ്റ്, ഹീ ഈസ് നോട്ട് ഏബിൾ ടു സ്വിം. അവന് നീന്തുവാനായിട്ട് കഴിയില്ല. ദ സ്വിമ്മിംഗ് പൂൾ ഈസ് ക്ലോസ് ടുഡേ. ഇന്ന് സ്വിമ്മിംഗ് പൂൾ അടച്ചിട്ടിരിക്കുകയാണ്. ദ സ്വിമ്മിംഗ് പൂൾ ഈസ് ക്ലോസ് ടുഡേ. നെക്സ്റ്റ്, യു വിൽ ബി ഏബിൾ ടു യൂസ് യുവർ ആം ബൈ ദ എൻഡ് ഓഫ് ദ മന്ത്. ഈ മാസം അവസാനത്തോടെ നിനക്ക് നിൻ്റെ കൈ ഉപയോഗിക്കുവാനാകും. ഫ്യൂച്ചറാണ്. വിൽ ബി ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിനോട് പറയുന്നൊരു സെൻറ്റൻസാണ്.
യു വിൽ ബി ഏബിൾ ടു യൂസ് യുവർ ആം ബൈ ദ എൻഡ് ഓഫ് ദ മന്ത്. ഈ മാസം അവസാനത്തോടെ നിനക്ക് നിൻ്റെ ആം കൈ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. യു വിൽ ബി ഏബിൾ ടു യൂസ് യുവർ ആം ബൈ ദ എൻഡ് ഓഫ് ദ മന്ത്. നെക്സ്റ്റ്, ആർ യു ഏബിൾ ടു സ്വിം? നിനക്ക് നീന്തുവാനായിട്ട് പറ്റുമോ? ആർ യു ഏബിൾ ടു സ്വിം? ഈ ഒരു ക്വസ്റ്റിൻ്റെ ആശയം ഒരാളുടെ സ്കില്ലിനെ പറ്റി ചോദിക്കുന്നതാകാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവിനെ പറ്റി ചോദിക്കുന്നതാകാം, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റിയെ പറ്റി ചോദിക്കുന്നതാകാം, എന്തുമാകാം. അത് സന്ദർഭത്തിനനുസരിച്ച് മാറും. ആർ യു ഏബിൾ ടു സ്വിം? നിനക്ക് നീന്തുവാനായിട്ട് സാധിക്കുമോ, പറ്റുമോ? ആർ യു ഏബിൾ ടു സ്വിം? നെക്സ്റ്റ്, വേർ യു ഏബിൾ ടു സ്വിം? നിനക്ക് നീന്തുവാനായിട്ട് കഴിഞ്ഞോ? പാസ്റ്റ് ആണ്. വേർ യു ഏബിൾ ടു സ്വിം? നെക്സ്റ്റ്, വിൽ യു ബി ഏബിൾ ടു സ്വിം? ഫ്യൂച്ചറാണ്. ഫ്യൂച്ചറിൽ നിനക്ക് നീന്തുവാനായിട്ട് പറ്റുമോ? ഇപ്പം അദ്ദേഹത്തിന് നീന്തുവാനായിട്ടുള്ള, സ്വിം ചെയ്യുവാനായിട്ടുള്ള ആ ഒരു സ്കില്ലില്ല. ഫ്യൂച്ചറിലെ കാര്യത്തെപ്പറ്റി ചോദിക്കുകയാണ്. വിൽ യു ബി ഏബിൾ ടു സ്വിം? ഫ്യൂച്ചറിൽ നിനക്ക് നീന്തുവാനായിട്ട് സാധിക്കുമോ, കഴിയുമോ? വിൽ യു ബി ഏബിൾ ടു സ്വിം? നെക്സ്റ്റ്, വി വേറൻ ഏബിൾ ടു ഫൈൻഡ് ദ ബുക്ക് യു വാണ്ടഡ്. നിനക്ക് ആവശ്യമുള്ള ബുക്ക് ഞങ്ങൾക്ക് കണ്ടുപിടിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. പാസ്റ്റാണ്. വി വേറൻ ഏബിൾ ടു ഫൈൻഡ് ദ ബുക്ക് യു വാണ്ടഡ്. നെക്സ്റ്റ്, ഐ വാസ് ഏബിൾ ടു റൈഡ് എ ബൈക്ക് അറ്റ് ദ ഏജ് ഓഫ് 6. എനിക്കെൻ്റെ 6-ാമത്തെ വയസ്സിൽ ബൈക്ക് ഓടിക്കുവാനായിട്ട് പറ്റുമായിരുന്നു. അതിനുള്ള സ്കില്ല് എനിക്ക് അന്നുണ്ടായിരുന്നു. ഐ വാസ് ഏബിൾ ടു റൈഡ് എ ബൈക്ക് അറ്റ് ദ ഏജ് ഓഫ് 6. ഈ ഒരു സെൻറ്റൻസ് നമുക്ക് വാസ് ഏബിൾ ടുവിന് പകരം കുഡ് യൂസ് ചെയ്ത് നമുക്ക് സംസാരിക്കാവുന്നതാണ്. സെയിം ആശയം തന്നെയാണ്. നെക്സ്റ്റ്, ഐ വാസ് ഏബിൾ ടു ഡ്രൈവ് വെൻ ഐ വാസ് 16. എനിക്ക് എൻ്റെ 16-ാമത്തെ വയസ്സിൽ ഡ്രൈവ് ചെയ്യുവാനായിട്ട് പറ്റുമായിരുന്നു. ഐ വാസ് ഏബിൾ ടു ഡ്രൈവ് വെൻ ഐ വാസ് 16. നെക്സ്റ്റ്, ഐ വാസ് ഏബിൾ ടു റൺ ഫാസ്റ്റ് വെൻ ഐ വാസ് യങ്ങർ. എനിക്കെൻ്റെ യൗവനകാലത്ത്, ചെറുപ്പകാലത്ത് വളരെ വേഗത്തിൽ ഓടുവാനായിട്ട് പറ്റുമായിരുന്നു. ഐ വാസ് ഏബിൾ ടു റൺ ഫാസ്റ്റ് വെൻ ഐ വാസ് യങ്ങർ. നെക്സ്റ്റ്, വേർ യു ഏബിൾ ടു ഗെറ്റ് ടു ദ സ്റ്റോർ? നിനക്ക് സ്റ്റോറിൽ, കടയിൽ എത്തുവാനായിട്ട് കഴിഞ്ഞിരുന്നോ, സാധിച്ചിരുന്നോ? വേർ യു ഏബിൾ ടു ഗെറ്റ് ടു ദ സ്റ്റോർ? യെസ് ഐ വാസ്. അത് എനിക്ക് സ്റ്റോറിൽ എത്തുവാനായിട്ട് കഴിഞ്ഞിരുന്നു. നോ ഐ വാസിൻ ഏബിൾ ടു ഗെറ്റ് ദെയർ. ഇല്ല, എനിക്ക് സ്റ്റോറിൽ, കടയിൽ എത്തുവാനായിട്ട് സാധിച്ചില്ല. നെഗറ്റീവാണ്. നോ ഐ വാസിൻ ഏബിൾ ടു ഗെറ്റ് ദെയർ. അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ആൻസർ പറയാവുന്നതാണ്. നോ ഐ വാസിൻ ഏബിൾ ടു. ഏബിൾ ടുവിൽ ചേർത്ത് മീൻസ് അതിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്ത് ആൻസർ പറയാവുന്നതാണ്. നോ ഐ വാസിൻ ഏബിൾ ടു. എനിക്ക് കടയിൽ എത്തുവാനായിട്ട് സാധിച്ചിരുന്നില്ല. നോ ഐ വാസിൻ ഏബിൾ ടു. നെക്സ്റ്റ്, ഐ എം സോറി ദാറ്റ് ഐ വാസൻറ്റ് ഏബിൾ ടു ഫോൺ യു യെസ്റ്റർഡേ. ഇന്നലെ താങ്കളെ ഫോണിൽ വിളിക്കുവാൻ സാധിക്കാഞ്ഞതിൽ സോറി. ഐ എം സോറി ദാറ്റ് ഐ വാസൻറ്റ് ഏബിൾ ടു ഫോൺ യു യെസ്റ്റർഡേ. നെക്സ്റ്റ്, ഐ വാസ് ഏബിൾ ടു ഗെറ്റ് ടു ദ മീറ്റിംഗ് ഓൺ ടൈം. എനിക്ക് മീറ്റിങ്ങിൽ കറക്റ്റ് സമയത്ത് എത്തുവാനായിട്ട് കഴിഞ്ഞു. ഐ വാസ് ഏബിൾ ടു ഗെറ്റ് ടു ദ മീറ്റിംഗ് ഓൺ ടൈം. നെക്സ്റ്റ്, ഐ വിൽ ബി ഏബിൾ ടു ഡ്രൈവ് ആഫ്റ്റർ ഐ ഗെറ്റ് മൈ ഡ്രൈവേഴ്സ് ലൈസൻസ്. എൻ്റെ ഡ്രൈവേഴ്സ് ലൈസൻസ് ലഭിച്ചാലുടനെ എനിക്ക് ഡ്രൈവ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഐ വിൽ ബി ഏബിൾ ടു ഡ്രൈവ് ആഫ്റ്റർ ഐ ഗെറ്റ് മൈ ഡ്രൈവേഴ്സ് ലൈസൻസ്. നെക്സ്റ്റ്, യു വിൽ ബി ഏബിൾ ടു സ്പീക്ക് പെർഫെക്റ്റ് ഇംഗ്ലീഷ് വെരി സൂൺ. ഉടനെ തന്നെ പെർഫെക്റ്റ് ഇംഗ്ലീഷ് നിങ്ങൾക്ക് സംസാരിക്കുവാനായിട്ട് സാധിക്കും. യു വിൽ ബി ഏബിൾ ടു സ്പീക്ക് പെർഫെക്റ്റ് ഇംഗ്ലീഷ് വെരി സൂൺ. നെക്സ്റ്റ്, യു വിൽ ബി ഏബിൾ ടു റീഡ് ഇൻ പീസ്. നിനക്ക് സമാധാനത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കും. ഫ്യൂച്ചറാണ്. ഇപ്പോൾ അതിനുള്ള സിറ്റുവേഷനില്ല. ഫ്യൂച്ചറിൽ സമാധാനത്തിൽ നിനക്കിരുന്ന് വായിക്കുവാനായിട്ട് സാധിക്കും. യു വിൽ ബി ഏബിൾ ടു റീഡ് ഇൻ പീസ്. നെക്സ്റ്റ്, ഐ വിൽ ബി ഏബിൾ ടു ഗോ ലേറ്റർ. എനിക്ക് പിന്നീട് പോകുവാനായിട്ട് സാധിക്കും. ഐ വിൽ ബി ഏബിൾ ടു ഗോ ലേറ്റർ. നെക്സ്റ്റ്, ക്യാൻ യു ഹെൽപ്പ് മീ ലേറ്റർ. നീ എന്നെ പിന്നീട് സഹായിക്കാമോ? ക്യാൻ യു ഹെൽപ്പ് മീ ലേറ്റർ. ഈ ഒരു വിഷയം നമുക്ക് ഇങ്ങനെയും പറയാം. വിൽ യു ബി ഏബിൾ ടു ഹെൽപ്പ് മീ ലേറ്റർ. പിന്നീട് നീ എന്നെ സഹായിക്കാമോ? വിൽ യു ബി ഏബിൾ ടു ഹെൽപ്പ് മീ ലേറ്റർ. നെക്സ്റ്റ്, വിൽ ഷീ ബി ഏബിൾ ടു ഡ്രൈവ് ടു നൈറ്റ്. അവൾക്കിന്ന് രാത്രിയിൽ ഡ്രൈവ് ചെയ്യുവാനായിട്ട് സാധിക്കുമോ? വിൽ ഷീ ബി ഏബിൾ ടു ഡ്രൈവ് ടു നൈറ്റ്. നെക്സ്റ്റ്, ഷീ വോണ്ട് ബി ഏബിൾ ടു ഡ്രൈവ് അസ് ടു ദ ഗെയിം ടു നൈറ്റ്. ഇന്ന് രാത്രിയിൽ
അവൾക്ക് നമ്മളെ ഗെയിമിന് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല, ഡ്രൈവ് ചെയ്യുവാനായിട്ട് കഴിയില്ല. ഷീ വോണ്ട് ബി ഏബിൾ ടു ഡ്രൈവ് അസ് ടു ദ ഗെയിം ടു നൈറ്റ്. നെക്സ്റ്റ്, ഐ വോണ്ട് ബി ഏബിൾ ടു മീറ്റ് യു ടുമോറോ. എനിക്ക് നാളെ നിങ്ങളെ കാണുവാനായിട്ട് കഴിയില്ല. ഐ വോണ്ട് ബി ഏബിൾ ടു മീറ്റ് യു ടുമോറോ. നെക്സ്റ്റ്, വിൽ ഷീ ബി ഏബിൾ ടു കോപ്പ് വിത്ത് വർക്ക്. അവൾക്ക് വർക്കുമായിട്ട്, ജോലിയുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുവാനായിട്ട് സാധിക്കുമോ? വിൽ ഷീ ബി ഏബിൾ ടു കോപ്പ് വിത്ത് ദ വർക്ക്. നെക്സ്റ്റ്, ഐ ഹാവ് ബീൻ ഏബിൾ ടു സ്വിം സിൻസ് ഐ വാസ് 5. എൻ്റെ 5ാമത്തെ വയസ്സ് മുതൽ എനിക്ക് നീന്തുവാനായിട്ട് അറിയാം. പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. ഐ ഹാവ് ബീൻ ഏബിൾ ടു സ്വിം സിൻസ് ഐ വാസ് 5. നെക്സ്റ്റ്, ഹാവ് യു ബീൻ ഏബിൾ ടു ഹാവ് എനി കൈൻഡ് ഓഫ് കോണ്ടാക്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോണ്ടാക്റ്റ് ഉണ്ടോ? അതിനുള്ള അവസരം ലഭിച്ചിട്ടുണ്ടോ? ഹാവ് യു ബീൻ ഏബിൾ ടു ഹാവ് എനി കൈൻഡ് ഓഫ് കോണ്ടാക്ട്. നെക്സ്റ്റ്, ഷീ ഷുഡ് ബി ഏബിൾ ടു അറ്റൻഡ് ദ കോൺഫറൻസ്. അവൾക്ക് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുവാനായിട്ട് കഴിയണം. എക്സ്പെക്റ്റേഷനാണ്. ഷീ ഷുഡ് ബി ഏബിൾ ടു അറ്റൻഡ് ദ കോൺഫറൻസ്. നെക്സ്റ്റ്, ഐ ഷുഡ് ബി ഏബിൾ ടു വർക്ക് വിത്ത് എ ബ്രോക്കൺ കീബോർഡ്. പൊട്ടിയ കീബോർഡ് കൊണ്ട് എനിക്ക് വർക്ക് ചെയ്യുവാനായിട്ട് കഴിയണം. എൻ്റെ എക്സ്പെക്റ്റേഷനാണ്. എൻ്റെ കീബോർഡ് പൊട്ടിപ്പോയി, അപ്പോൾ ഞാൻ പറയുകയാണ് ഐ ഷുഡ് ബി ഏബിൾ ടു വർക്ക് വിത്ത് എ ബ്രോക്കൺ കീബോർഡ്. എനിക്ക് പൊട്ടിയ കീബോർഡ് കൊണ്ട് വർക്ക് ചെയ്യുവാനായിട്ട് കഴിയണം. നെക്സ്റ്റ്, ഇഫ് യു വർക്ക് ഹാർഡ്. നീ നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ യു ഷുഡ് ബി ഏബിൾ ടു ഫിനിഷ് ദിസ് ടാസ്ക്. നിനക്ക് ഈ ടാസ്ക് തീർക്കുവാനായിട്ട് സാധിക്കും. യു ഷുഡ് ബി ഏബിൾ ടു ഫിനിഷ് ദിസ് ടാസ്ക്. ഈ എക്സ്പെക്റ്റേഷനാണ്. നെക്സ്റ്റ്, യു മൈറ്റ് ബി ഏബിൾ ടു ഫൈൻഡ് എ ബെറ്റർ പ്രൈസ് ഓൺലൈൻ. നിനക്ക് നല്ലൊരു പ്രൈസ് ഓൺലൈനിൽ കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും. പോസിബിലിറ്റിയാണ്, സാധ്യതയാണ് പറയുന്നത്. യു മൈറ്റ് ബി ഏബിൾ ടു ഫൈൻഡ് എ ബെറ്റർ പ്രൈസ് ഓൺലൈൻ. നെക്സ്റ്റ്, ഷീ മേ ബി ഏബിൾ ടു ഹെൽപ്പ് യു ടുമോറോ. അവൾക്ക് നാളെ നിന്നെ സഹായിക്കുവാനായിട്ട് കഴിഞ്ഞേക്കും. പോസിബിലിറ്റിയാണ്, സാധ്യതയാണ് പറയുന്നത്. ഷീ മേ ബി ഏബിൾ ടു ഹെൽപ്പ് യു ടുമോറോ. നെക്സ്റ്റ്, ടു വർക്ക് ഹിയർ. ഇവിടെ വർക്ക് ചെയ്യുവാനായിട്ട് യു ഹാവ് ടു ബി ഏബിൾ ടു ടോക്ക് ടു പീപ്പിൾ. നീ ആളുകളോട് സംസാരിക്കണം. ഇവിടെ ബി ഏബിൾ ടുവിൻ്റെ മുന്നിലായിട്ട് ഹാവ് ടു ആണ് ചേർത്തിരിക്കുന്നത്. ഹാവ് ടുവിൻ്റെ ആശയം നെസസറി എന്നാണ്, മീൻസ് അത്യാവശ്യമെന്നാണ്. അദ്ദേഹം മറ്റുള്ള ആൾക്കാരോട് സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്. ടു വർക്ക് ഹിയർ യു ഹാവ് ടു ബി ഏബിൾ ടു ടോക്ക് ടു പീപ്പിൾ. ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ നീ ആളുകളോട് സംസാരിക്കണം.